അവന്മാരെ കിട്ടിയ കാറിനെ കുറിച്ച് അടിച്ചു കൊടുക്കുന്നു തെണ്ടികളെ. ഇനി ആരെങ്കിലും ഒരാള് ഇവളെ വീഡിയോ എടുത്തിട്ട് അവരെ മൂക്കടിച്ച് പഠിക്കും. രേണുസുതി കാരണം കൊണ്ടല്ലേ ഈ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. രേണുസുതി അങ്ങനെ, രേണുസുതി ഇങ്ങനെ, രേണുസുതി കുഞ്ഞെ കൊന്നു, അബോർഷൻ ചെയ്തു, മറ്റേ മറിച്ച. ഈ രേണുസുതി ആരാ? ഒരു വണക്കമുള്ള അല്ല പറയുന്നുള്ളൂ. രേണുസുതി അവളെ ഇങ്ങനെ നേരിട്ട് എനിക്കറിയില്ല, എന്നാൽ കണ്ണെടുത്ത് കാണാൻ പറ്റില്ല. അവളെ കാണാൻ പിന്നെ ഒരു ഉടായ്പിന് എഴുത്തും വഴിയുള്ള ഒരു പെണ്ണാണ് അവള്. അവളെ വീടൊക്കെ ഫിലിപ്പ് തിരിച്ചു മേടിച്ചെന്ന് എല്ലാരും കയ്യും കാലും കാണിച്ച് അവള് വീട് മേടിക്കുന്നത് തിരിച്ചു മേടിക്കുക. പിന്നെ എന്ത് ചെയ്യാന്? അങ്ങനെ ഓരോ ഇന്റർവ്യൂ. അവളൊരു മോഡൽ. എന്ത് മോഡലാ? ആൾക്കാർക്ക് ഈ മോഡൽ എന്ത് അറിയോ? ഓൾ ആര് മോഡലാകുമ്പോ മഞ്ജു വാര്യറാ ഒരുമാതിരി വണക്കെ. അവളെ മുഖം കണ്ടല്ല ഭയങ്കര ഉടായ്പിന് കണ്ണും കയ്യും ഇല്ലാത്ത ഒരു പെണ്ണാണ് രേണുസുതി എന്ന്. ആൾക്കാർ അതിനെ പറ്റി വീഡിയോ ആക്കുന്നില്ല. അവന്മാർക്ക് എന്താ സുഖമില്ലേ? രേണുസുതി അങ്ങനെ, രേണുസുതി ഇങ്ങനെ. ഒന്നാമത്തെ ഒരുപാട് ബ്ലോഗർമാരല്ലേ ഇവളെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവന്മാർക്ക് 4 പാട്ടണം. ആ നീലക്കുയിലും മറ്റേ മർച്ചനൊക്കെ ഈ വണക്കം ഉള്ളിനൊക്കെ എടുത്തിട്ട് ഇതാക്കാൻ വേണ്ടി. അതല്ല, കാണാൻ കൊള്ളാവുന്ന കുഴപ്പമില്ല, കാണാനും കൊള്ളില്ല, വെറും ഉടായ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പെണ്ണിനെ ആര് സപ്പോർട്ട് ചെയ്യുന്നു? ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ആദ്യം 4 പാട്ടണം, എന്നിട്ടാണ് നോക്കേണ്ടത്. എന്നിട്ടോളൂ ഇൻട്രോ എടുത്തിട്ട് ഓളൊരു മോഡൽ. എന്ത് മോഡല്? ആരും ചിലവർ കഴിഞ്ഞ ആൾക്കാർ എന്ത് മോഡൽ, എന്താൾക്കാർ അല്ലോ ഒന്നും പറയണ്ട. ഈ രേണുസുതി ബിഗ് ബോസിൽ പോയി അനാൻ എന്നൊന്നും തെരി പറഞ്ഞു. അനാൻ അവൻ്റെ ഫ്രണ്ടായിരുന്നു. അത്ര നല്ല ഫ്രണ്ട് ഒരിക്കലും വിട്ടിട്ട് പോവോ? അനാൻ പറഞ്ഞിരിക്ക് കുറെ കാര്യങ്ങളുണ്ട് കേട്ടാ. വെറുതെ ഒരാളെ പറ്റി പറയാം. പിന്നെ എന്നെ പറ്റി പറയാത്തത്, വേറെ ആളെ പറ്റി പറയാത്തത്. ഈ ബിഗ് ബോസിലല്ല ഇങ്ങനത്തെ ചരപ്പാട്ടനൊക്കെ എടുക്കാൻ പാടില്ല കേട്ടാ. ബിഗ് ബോസ് അതിനുള്ള വില ഉണ്ട്. ഇന്ത്യയിലുള്ള ബിഗ് ബോസിൽ എത്ര ഇതുണ്ട്. ഈ മലയാളത്തിലുള്ള മാത്രം ഒരിക്കൽ ബിഗ് ബോസ് കയറി ഇറങ്ങിയ അപ്പോ സെലിബ്രിറ്റി ആയി. എന്തേ വേണ്ടാരോ ദൈവത്തിനറിയാം. പിന്നെ ഓള് പറയുന്നത് ഓളെ പപ്പനെയും അമ്മയും വീട്ടുകാരെ പറ്റി എന്തൊക്കെ പറയുന്നത്. ഇങ്ങനത്തെ മകളൊന്ന് അയിഞ്ഞാട്ടം വിട്ടാ പിന്നെ ആൾക്കാർ പറയാതിരിക്കോ? പറയല്ലേ, ചിലപ്പോൾ അടിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. അവള് പറയാ അവള് സെലിബ്രിറ്റി ആയതുകൊണ്ട് കണ്ണിക്കടിയാവുന്നുണ്ട്. എന്ത് സെലിബ്രിറ്റി തന്നെ അവള്? എന്ത് കാവ്യ മാധവനോ? സെലിബ്രിറ്റി എത്ര? ഓള് ഡെയിലി വൈറലാവാൻ വേണ്ടിയിട്ടാണ് ഓരോരോ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഫിലിപ്സും പിന്നെ ഫിറോസുക്കയും പിന്നെ ആ തീമേനുമായിട്ട് എല്ലാത്തിനും ഇടപെട്ട് അവള് മുറുക്കിക്കളയും. പ്രശ്നമാണ്. ഓള് വൈറലാണോ? എന്ത് വൈറലാവാനാ? അതാ ഞാൻ പറയുന്നത്. കാണാൻ കൊള്ളാൻ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഒരു ഭാഗ്യമുള്ളത് വൈറലാണ്. പക്ഷെ പിന്നെ കാര്യം ഞാൻ പറയുന്നത്, ഇത് സോഷ്യൽ മീഡിയ കുറെ ആൾക്കാരല്ലേ ഇങ്ങനെ ബ്ലോഗ് എടുത്ത് കുറെ ആളെടുത്ത് ഓളൊക്കെ ബ്ലോഗ് എടുത്തിരുന്നതിനാ അവന്മാരെ കിട്ടിയ കാറിനെ കുറിച്ച് അടിച്ചു കൊടുക്കുന്നു തെണ്ടികളെ. ഇനി ആരെങ്കിലും ഒരാള് ഇവളെ വീഡിയോ എടുത്തിട്ട് അവരെ മൂക്കടിച്ച് പഠിക്കും തെണ്ടികളെ. ഉല്ലാതെ വേണ്ട. ഇന്നത്തെ ഞാൻ നിർത്തുന്നു. ഇതൊരു എല്ലാവർക്കും ഒരു വാർണിംഗ്.